വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ വൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. എൻ്റെ പേര് ജോർജ് ജോസഫ്. ഞാൻ IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നൊരു IT കമ്പനിയുണ്ട്. അതിൽ ഓപ്പറേഷണൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പപ്പയുടെ മമ്മിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അനേകം നാൾ അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഉണ്ടാകുന്ന പിള്ളേർക്ക് ഇങ്ങനെ നോർമലായിട്ട് അബോഷനായി പോയിക്കൊണ്ടിരുന്നു. ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് മുസ്ലിം ദേവാലയങ്ങളിൽ നേർച്ച കാഴ്ച നേർന്നാണ് എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആവുന്നത്. ഞാൻ ജനിച്ചതിന് ശേഷം എനിക്കൊന്നും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ നാക്കിൻ്റെ കെട്ടൊക്കെ ഇങ്ങനെ മുകളിൽ കയറുന്നത് എനിക്കൊന്നും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊരു ലാറ്റിൻ പള്ളിയുണ്ട്. എൻ്റെ പപ്പയുടെ കൂട്ടുകാരുടെ കല്യാണം നടക്കുകയായിരുന്നു. ആ വിവാഹത്തിന് ഞങ്ങളും പങ്കെടുത്തു. ആ വിവാഹത്തിന് മധ്യ അവിടെ വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കയറി ലൈൻ നിന്നപ്പോൾ ഞാനും കയറി ലൈൻ നിന്നു. അന്നാരും തടയാനൊന്നും വന്നില്ല. അന്ന് എനിക്കൊരു കുർബാന കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയതെന്ന് പപ്പായും അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഞങ്ങളുടെയൊക്കെ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനമൊക്കെ അനുസരിച്ച് ചെറുപ്രായത്തിൽ മതപഠന ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വിടും. പഠിപ്പിക്കുന്ന സ്ഥലത്തിന് മദ്രസ എന്ന് പറയും, പഠിപ്പിക്കുന്ന ആളെ ഉസ്താദ് എന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. മുസ്ലിം മതത്തിൻ്റെതായിട്ടുള്ള കുറേ ആചാരാനുഷ്ഠാനങ്ങൾ, അറബിക് ലെറ്റേഴ്സ് എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കും. അതിനുശേഷം ഒത്തിരി ഉപദേശങ്ങളൊക്കെ തരും. നിങ്ങൾ കള്ളമൊന്നും പറയരുത്, ശരീരം കൊണ്ടൊന്നും പാപം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൊലപാതകം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉപദേശങ്ങളൊക്കെ തരും. അതിനുശേഷം അവരിങ്ങനെ പഠിപ്പിക്കും, ഇങ്ങനെ എന്തെങ്കിലും ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാരണം ഖുറാനിലെ അള്ളാഹു എന്ന് പറയുന്ന ശിക്ഷിക്കുന്ന ദൈവമാണ്. എന്തെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ കൈവെട്ടിയെടുക്കും, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കട്ട് ചെയ്തെടുക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. ചെറുപ്പത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം പപ്പാടത്തൊക്കെ ചോദിക്കാതെ പൈസയൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ എൻ്റെ കൈ വെട്ടപ്പെടുവോ, എൻ്റെ നാവും കട്ട് ചെയ്തെടുക്കപ്പെടുവോ, ഈ ചിന്തയൊക്കെ ആയിട്ട് ഈ കുർബാന സ്വീകരിച്ച പള്ളിയുടെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോഴവിടെ ഭിത്തികളിൽ കുറേ വചനം എഴുതി വെച്ചിരുന്നു. ആദ്യമായിട്ട് ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം വായിച്ച വചനം ഇതാണ്, മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിനോട് കണക്ട് ചെയ്യാൻ ഞാൻ കണ്ടു യെശയ്യാ 1:18. നിങ്ങളുടെ പാപം കണ്ണ് ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവിൻ, അത് മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കാം. അതിനോട് കണക്ട് ചെയ്യാൻ ഞാൻ കണ്ടു ലൂക്ക 5:32. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയല്ല. ഞാനിങ്ങനെ ചിന്തിക്കാൻ ഈ പാപികളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടോ? ഞങ്ങളുടെ എത്തിക്സിലെ ഖുറാനിലൊക്കെ പഠിപ്പിക്കുന്നു എന്തെങ്കിലും പാപം ചെയ്താൽ ശിക്ഷിക്കപ്പെടും. പക്ഷേ ഇവിടെ ഒരു ദൈവം എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്. ഞാൻ ചെന്ന് ഉസ്താദിനൊക്കെ ചോദിച്ചു അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉസ്താദിനോട് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, കാരണം യേശു ക്രിസ്തു ദൈവമല്ലെന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത്. അന്നൊന്നും എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ജപമാല കിട്ടി. കുറേ മുത്തുകളെത്തട്ട് കുരിശൊക്കെ ആയിട്ടൊരു മാല കണ്ടപ്പോൾ വലിയൊരു അട്രാക്ഷനൊക്കെ തോന്നിയത് വാങ്ങിച്ചിട്ട് കഴുത്തലിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പൊക്കി വലിയ പ്രശ്നമായി. ഇത് തിരിച്ചുകൊണ്ട് കൊടുത്തേക്കാനൊക്കെ പറഞ്ഞു. എന്നെ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് ചോദിച്ചു എന്താ ഈ സാധനം, എന്നോട് ഇത് ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. ആ കൂട്ടുകാരൻ പറഞ്ഞു ഇത് ജപമാലയാണ്, ഞങ്ങളുടെ മറിയത്തോട് പ്രാർത്ഥിക്കുന്ന മാലയാണ്, മറിയം ഞങ്ങളുടെ യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ്. അവൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഖുറാനിൽ ഈശോയെക്കുറിച്ച് മറിയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്കത് അറിയില്ലേ? വീണ്ടും എനിക്ക് ഷോക്കായിപ്പോയി, ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വീണ്ടും ചെന്ന് ഉസ്താനൊക്കെ ചോദിച്ചു ഈ മറിയം ആരാണ്? ഉസ്താനോട് പറഞ്ഞു മറിയം ഖുറാനിൽ ഒത്തിരി വില കൽപ്പിക്കപ്പെടുന്ന സ്ത്രീയാണ്, മറിയം ഈസൽ മസീഹിൻ്റെ അമ്മയാണ്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഈസൽ മസീഹോ അതാരാ? അത് ക്രിസ്ത്യാനികളുടെ ദൈവം ദൈവം യേശു ക്രിസ്തുവാണ്. ദൈവമാണോ? ദൈവമല്ല, ഒരു പ്രവാചകൻ മാത്രമാണ്, അതിലുപരി ഒന്നും ഖുറാനിൽ എഴുതിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഉസ്താദിനെ ചോദിച്ചു എനിക്കൊരു മലയാള ഖുറാൻ തരുമ്പോൾ ഈശോയെക്കുറിച്ച് മറിയത്തെക്കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ മുഖമൊക്കെ അങ്ങ് പാടി. എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നീ ആരേതൊക്കെ ചോദ്യം ചെയ്യാൻ പഠിക്കാൻ. അതിനുശേഷം ആ വ്യക്തിയുടെ ഞാൻ ചെന്നിട്ടില്ല. അതിന് +1 +2 പഠിക്കുന്ന സമയത്ത് മുജാഹിദ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഖുറാൻ കിട്ടി, ഇംഗ്ലീഷ്, അറബിക്, മലയാളം, അങ്ങനെ 3 ലാംഗ്വേജുള്ള ഖുറാൻ. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കാരണം അള്ളാഹു ഇതിനകത്ത് ഈശോയെക്കുറിച്ച് മറിയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമാക്കി തരണം എന്ന് പറഞ്ഞ് ഖുറാൻ തുറക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എവിടെ തുറക്കുന്നു അവിടെ എനിക്ക് കാണാൻ സാധിച്ചൊന്നെങ്കിൽ ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ മറിയത്തെക്കുറിച്ച് മാത്രമാണ്. ഖുറാനിൽ മൊത്തം 114 അധ്യായമുണ്ട്. ഖുറാൻ ഹദീസത്ത് എല്ലാം ചേർത്ത് 6666 വാക്യങ്ങളുള്ളതായിട്ട് കരുതപ്പെടുന്നു. അതിൽ ഒരേ ഒരു സ്ത്രീയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളൂ, അത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. ഖുറാനിലൊരു ചാപ്റ്റർ തന്നെയുണ്ട്, സിറത്തിൽ മറിയം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 19ാമത്തെ അധ്യായമാണ്. അത് മുഴുവൻ മാതാവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഖുറാനിൽ 3ാമത്തെ അധ്യായം അൽ അമദ എന്ന് പറയും, അത് മാതാവിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്ററാണ്. ഖുറാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, മാതാവിൻ്റെ അപ്പനും അമ്മയും ഇമ്രാൻ നബി എന്നും ഹന്നത്ത് ബീബി എന്ന യോവാക്യമിനും അന്നയ്ക്കും ഖുറാനിൽ പറയുന്നത്. അവർക്ക് മക്കളില്ലാതെ അനേകം നാൾ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഹന്നത്ത് ബീബി 90 വയസ്സായപ്പോൾ ഹന്നത്ത് ബീബിയുടെ ഉദരത്തിലേക്ക് ഒരു വെളിച്ചമടിച്ചതായും ഹന്നത്ത് ബീബി ഗർഭിണിയെ കാണപ്പെട്ടതായും കണ്ടുവെന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു. നമുക്കൊക്കെ അറിയാം, എല്ലാവരും ഒരുവിധം മുതിർന്ന കുട്ടികളാണ്. ഒരു സ്ത്രീ ഗർഭം ധരിക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജൊക്കെ ഉണ്ട്. ഒരു 45-50 വയസ്സ് കഴിഞ്ഞാൽ മെൻസസ് ടൈമൊക്കെ അങ്ങ് സ്റ്റോപ്പ് ആവും.
അതിനുശേഷം ഗർഭധാരണത്തിന് യാതൊരു ചാൻസുമില്ല. അങ്ങനെ ഇരിക്കെ ഖുറാൻ പഠിപ്പിക്കുന്നു, ഈ 90-ാമത്തെ വയസ്സിലെ ഗർഭാവസ്ഥ ശരീരത്തിൻ്റെ ഇച്ഛയാലോ ജഡത്തിൻ്റെ അഭിലാഷത്താലോ അല്ല, അത് പ്രത്യേക അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടാണ്. അതുകൊണ്ട് ജനിക്കാൻ പോകുന്ന ശിശു പാപമില്ലാതെ ജനിച്ചവളെന്ന് വിളിക്കപ്പെടുമെന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭ പറയുന്നത് പരിശുദ്ധ ദൈവമാതാവിനെ അമലോത്ഭവ കന്യകയാണ്. അമലോത്ഭവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പാപമില്ലാതെ ജനിച്ചവളെന്നാണ്. അങ്ങനെ മറിയത്ത് ജെറുസലേം ദേവാലയത്തിൽ സക്രിയ നബിയുടെ കയ്യിലാണ് വളർത്താൻ ഏൽപ്പിക്കുന്നത്. അങ്ങനെ മറിയം യുവത്വത്തിലേക്ക് കടന്നു വരുന്നു. ജിബ്രേൽ മലക്ക് എന്ന ഗബ്രിയേൽ മലായ്ക്ക് പറയുന്നു. ഈ മലക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്, നിന്നിൽ അള്ളാഹു പ്രസാദിച്ചിരിക്കുന്നു, നിനക്കൊരു പുത്രൻ ജനിക്കും, അവൻ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, അവൻ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും വീണ്ടും ഉയർക്കുമ്പോഴും അനുഗ്രഹീതനായിരിക്കും. ഇതൊക്കെ കേട്ട് വളരെ അസ്വസ്ഥപ്പെട്ട് മറിയം ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു വേശ്യയല്ല, ഞാൻ ഇതുവരെ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഞാൻ വിവാഹിതയല്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ പറയുന്നു, അള്ളാഹു ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ ദൂതൻ പറയുന്നു, മറിയം ഗർഭിണിയായി കാണപ്പെടുന്നു, ഈശോ ജനിക്കുന്നു. മറ്റൊരു വ്യക്തിക്ക് നൽകാത്ത പല സവിശേഷതകളും ഖുറാനിൽ ഈശോയെ ഞാൻ കാണപ്പെട്ടു. ഖുറാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഈസൽ മസിഹ് അള്ളാഹുവിൻ്റെ വചനമാണ്, കലിമത്തുല്ലാഹി എന്ന് പറയുന്നു. ഈ അള്ളാഹു എന്ന് പറഞ്ഞ പദം ഏത് ട്രഡീഷനിൽ നിന്ന് അവർ കടമെടുത്തേക്കുന്നത് യാതൊരു ഹിസ്റ്റോറിക് എവിഡൻസ് ഒന്നുമില്ല. എനിവേ ഖുറാനിൽ അള്ളാഹു എന്ന് സൂചിപ്പിക്കുന്ന പിതാവായ ദൈവത്തെ തന്നെയാണ്. കലിമത്തുല്ലാഹി എന്ന് വിളിക്കുന്നു, അള്ളാഹുവിൻ്റെ വചനമായവൻ. വീണ്ടും റൂഹുല്ലാഹി എന്ന് വിളിക്കുന്നു. റൂഹ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റ്, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയും. അള്ളാഹുവിൻ്റെ കാറ്റായവൻ, അള്ളാഹുവിൻ്റെ ശക്തിയായവൻ, അള്ളാഹുവിൻ്റെ ആത്മാവായവൻ. ഇബ്നുൽ മറിയം എന്ന് വിളിക്കുന്നു, മറിയമിൻ്റെ പുത്രൻ ഈസൽ മസിഹ്, ഈശോ മിശിഹ. അങ്ങനെ 4 പേരിലാണ് ഖുറാനിൽ അറിയപ്പെടുന്നത്. വീണ്ടും ഖുറാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന, അവൻ അഗാധ ജ്ഞാനാണ്, രഹസ്യങ്ങൾ വെളിപ്പെടുന്ന പ്രകാശമാണ്, അവൻ മനുഷ്യജീവൻ്റെ വെളിച്ചമാണ്, അവൻ അന്ധന് കാഴ്ച കൊടുത്തവനാണ്, ചെവിടിന് കേൾവി കൊടുത്തവനാണ്, തളർവാദ രോഗിയെ എണീപ്പിച്ചവനാണ്, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്, അവനെ അള്ളാഹു നേരിട്ട് സ്വർഗ്ഗത്തിലേക്ക് എടുത്താണ്, അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ വീണ്ടും വരും, അവൻ്റെ രാജ്യത്തിന് അന്ത്യമില്ല എന്നൊക്കെ ഖുറാൻ പഠിപ്പിക്കുന്നു. വീണ്ടും ഖുറാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, മുസ്ലിം ജനതകൾ ഇന്നും വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിനെ കുരിശിൽ കൊന്നിട്ടില്ല എന്നവർ പറയുന്നു. അതിനൊരു വചനം തന്നെ അവർ പറയുന്നുണ്ട്. അൽ നിസ്സാഖ് എന്നൊരു പുസ്തകമുണ്ട്, 4-ാമത്തെ അധ്യായമാണ്. അതിൽ 145-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഈസൽ മസിഹിനെ ആർക്കും പിടിക്കാനോ വധിക്കാനോ സാധ്യമല്ല, കാരണം അവൻ അത്യുന്നത പ്രവാചകനാണ്, അവനെ അള്ളാഹു നേരിട്ട് സ്വർഗ്ഗത്തിലേക്ക് എടുക്കുകയായിരുന്നു, അവന് പകരം അവൻ്റെ സാദൃശ്യത്തിൽ മറ്റൊരുവനെയാണ് കുരിശിൽ കൊന്നതെന്ന്. സിറത്തിൽ മറിയം എന്ന അദ്ദേഹത്തിനകത്ത് മാതാവിന് കൊടുക്കുന്ന ദൂതിനകത്ത് ദൂതൻ ഇങ്ങനെ പറയുന്നു, നിനക്ക് ഒരു പുത്രൻ ജനിക്കും, അവൻ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, അവൻ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും വീണ്ടും ഉയർക്കുമ്പോഴും അനുഗ്രഹീതനായിരിക്കും. ഈ വചനം അനുസരിച്ച് ഈസൽ മസിഹ് ജനിച്ചു, മരിച്ചു, അതിനുശേഷമാണ് ഉയർത്തുന്നത്. പക്ഷേ അപ്പുറത്ത് പറയുന്നു, ഈസൽ മസിഹിനെ ആർക്കും പിടിക്കാനോ വധിക്കാനോ സാധ്യമല്ല. വീണ്ടും എനിക്ക് സംശയം തോന്നി, കാരണം ഒരിടത്ത് വധിക്കപ്പെടുമെന്ന് പറയുന്നു, ഒരിടത്ത് കൊന്നിട്ടില്ല എന്ന് പറയുന്നു. വീണ്ടും ഖുറാൻ തുറന്നപ്പോൾ എനിക്ക് മറ്റൊരു വചനം കിട്ടി. യൂനസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, 10-ാമത്തെ അധ്യായമാണ്. അതിൽ 94-ാമത്തെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതായത് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ പഴയ വിശ്വാസികളുടെ വേദഗ്രന്ഥം എടുത്ത് വായിക്കാൻ പറയുന്നുണ്ട്. വേദഗ്രന്ഥം എന്ന് ഖുറാൻ പഠിപ്പിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് അഹുനുൽ കിതാബ് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് 3 പാർട്ടുള്ളതായിട്ട് ചരിത്രം പറയുന്നു. അതിൽ ആദ്യത്തെ പാർട്ട് തോറയാണ്, അത് പഞ്ചഗ്രന്ഥിയാണ്, നിയമപുസ്തകമാണ്, ദ ബുക്ക് ഓഫ് റൂൾസ് എന്നറിയപ്പെടും. അത് മൂസ നബിക്ക്, മോസസിന് നൽകപ്പെട്ടത് എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ ബൈബിളിൽ ആദ്യത്തെ 5 പുസ്തകമാണ്, ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള പുസ്തകം. അതിനുശേഷം ഒരു പുസ്തകം പറയുന്നത് സാബൂറാണ്, അത് സങ്കീർത്തനങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും അടങ്ങിയ പുസ്തകമാണ്, അത് ദാവീദ് നബിക്ക് നൽകപ്പെട്ടത് എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു. ഈ 2 പുസ്തകം കൂടി കൂട്ടിച്ചേർത്താൽ അതിൻ്റെ ചരിത്ര ഭാഗങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പഴയ നിയമം പൂർത്തിയായി. അതിനുശേഷം ഒരു പുസ്തകം പറയുന്നത് ഇഞ്ചിയിലാണ്, അത് ഏവങ്കേലിയനാണ്, അത് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അത് സുവിശേഷമാണ്, അത് ഈസാ നബിക്ക് നൽകപ്പെട്ടത് എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു. ഈ 3 പുസ്തകം കൂടി കൂട്ടിച്ചേർത്ത് അതിൻ്റെ സമ്പൂർണ്ണ ബൈബിളായി. ഖുറാനിൽ പലയിടത്തും പറയുന്നു, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ജസ്റ്റ് റെഫർ ദ ബൈബിൾ. നിനക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നീ ബൈബിൾ എടുത്ത് വായിക്കാനാണ് പറയുന്നത്. പക്ഷേ അത് ബൈബിളാണെന്നോ അത് ആരെയും പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബൈബിൾ സംഘടിപ്പിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കാരണം അള്ളാഹു ഇതിനകത്ത് ഈശോയെ കുരിശിൽ മരിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബൈബിളിലൂടെ വ്യക്തമാക്കി തന്നെ. ഞാൻ ബൈബിൾ തുറന്നു. ദൈവം എനിക്ക് തന്ന ആദ്യത്തെ വചനം ഇതാണ്, ഹെബ്രായർ 9:22. ആ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, സകലതും വിശുദ്ധീകരിക്കപ്പെടുന്ന രക്തത്താലാണ്, രക്തം ചിന്താതെ പാവമോചനമില്ല. ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, രക്തവും പാവം തമ്മിൽ എന്താ ബന്ധം? എന്താ ദൈവം നമ്മളെ രക്തത്താൽ ഉടമ്പടി ചെയ്തിട്ടിരിക്കുന്നത്? പരിശുദ്ധ കുർബാനയിൽ പോലും യേശു തൻ്റെ മാംസരക്തം തരുന്നല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ, യേശു ഞങ്ങളുടെ രക്തത്താൽ എന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമെന്നൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതെവിടുന്നാണ് വന്നത്? കത്തോലിക്കരായ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കും. ആരെങ്കിലും വന്ന് 2 വാക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ട് ചായും ഇങ്ങോട്ടും ചായും. ഈ ബൈബിൾ മുഴുവൻ അതൊരു യാത്രയാണ്. ആ യാത്ര തുടങ്ങുന്നത് ഏദൻ എന്നൊരു തോട്ടമുണ്ട്, അവിടെ ആദത്തിൻ്റെയും അവയുടെയും ജീവിതത്തിൽ നിന്നാണ്. നമ്മളും ഒരു യാത്ര ആരംഭിക്കുക, നമ്മുടെ തകർച്ചയിൽ നിന്ന്, മാറ്റി നിർത്തലിൽ നിന്ന്, നിന്ദനത്തിൽ നിന്ന്, അപമാനത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, കടബാധ്യതയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, മർദ്ദനത്തിൽ നിന്നൊക്കെ നമ്മളും ഒരു യാത്ര ആരംഭിക്കുക. ഈ യാത്ര ചെന്ന് തീരുന്നത് കുരിശിലെ ഒരു ബലിയിലേക്കാണ്. ഈ മുഴുവൻ ബൈബിളും കറക്കി കുടിക്കി 2 വാക്കിൽ വേണേൽ പറയാം, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക, പാനം ചെയ്യും. ഒരു കുർബാനയിലേക്കുള്ള യാത്രയാണ്. പണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ ഒരു മൃഗത്തിൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ആ മൃഗത്തിൻ്റെ മേലെ നമ്മുടെ പാവമൊക്കെ ചുമത്തും. എന്നിട്ട് ആ മൃഗത്തെ കൊണ്ട് ബലി കൊടുക്കും. നമ്മുടെ
ആ മൃഗത്തിൻ്റെ ചോര വാർന്നൊഴുകുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നുവെന്ന് പഴയ നിയമത്തിലെ ജനങ്ങളും ഇന്ന് മുസ്ലിം ജനതകളും വിശ്വസിച്ചു പോന്നു. ലേവ്യർ 17:11 ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. പാപപരിഹാരത്തിനുള്ള രക്തം ബലിപീഠത്തിൽ ചിന്തപ്പെടുന്നുവെന്ന് ലേവ്യർ 17:11 പറയുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു കിടക്കുന്നതൊക്കെ കാണാം, അല്ലെങ്കിൽ കൈയൊക്കെ മുറിച്ച് സൂയിസൈഡ് ചെയ്യുന്നവർ. എന്താ സംഭവിക്കുന്നത്? മുറിവുകൾ ഉണ്ടായിട്ട് ഈ ചോര വാർന്നൊഴുകും. ഈ രക്തം മുഴുവൻ പോയി കഴിയുമ്പോൾ നമ്മുടെ മരണം സംഭവിക്കുക. അത് തന്നെ സൂചിപ്പിക്കുന്നത് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിനകത്താണ് അടങ്ങിയിരിക്കുന്നത്. രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. അത് ലേവ്യർ 17:11 അങ്ങനെ ഒരു വചനം പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലേവ്യർ എന്ന് പറഞ്ഞ പുസ്തകം എന്നാണ് എഴുതപ്പെട്ടത്? രണ്ട് ചരിത്രകാരന്മാർ പറയുന്നത് BC 1800 1600 ഇടയ്ക്കാണ് ലേവ്യർ ഈ പഞ്ചഗ്രന്ഥി രചിക്കപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത്. കാരണം അതാണ് എക്സോഡസിൻ്റെ പുറപ്പാടിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 1800 1600 ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. യേശു ക്രിസ്തു വന്നിട്ട് ഇപ്പോൾ 2000 വർഷമായി. മൊത്തം ഒരു 3800 വർഷം പിടിക്കുക അല്ലേ, അല്ലെങ്കിൽ 3600 വർഷം പിടിക്കുക അല്ലേ. 3600 വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പേർട്ട് വല്ലതും ഉണ്ടായിരുന്നോ ശരീരത്തെ കീറി മുറിച്ച് പഠിക്കാൻ? എന്തെങ്കിലും മെഡിക്കൽ സയൻറ്റിസ്റ്റ് വല്ലതും ഉണ്ടോ? ഇവരാരും ഇല്ലാതിരിക്കെ ഈ ഒരു ഗ്രന്ഥത്തിനകത്ത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചു, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇന്നും അതിന് മാറ്റമില്ല. ഇതൊരു ആധികാരിക ഗ്രന്ഥം തന്നെയാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കിനോ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഇന്ന് വരെ ഈ ലോകത്ത് സംഭവിച്ചത് മുഴുവൻ ഇതനുസരിച്ചാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും ഇതനുസരിച്ചാ, ഇനി നടക്കാനിരിക്കുന്നതും ഇതനുസരിച്ചാ. ഞാനൊക്കെ കുറേ കാലം സൗദി അറേബ്യയിലൊക്കെ വർക്ക് ചെയ്തതാ. അവിടത്തേക്ക് കോസ്വേല് നമ്മുടെ ബാഗൊക്കെ അരിച്ചു പറക്കും. ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ തീക്കാത്തിട്ട് കത്തിക്കും. ചൈനയിലൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറയ്ക്കാൻ തുടങ്ങും. എന്തിനാ എടുത്ത് കത്തിക്കുന്നത്? എന്തിനാ വിറയ്ക്കുന്നത്? ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ. ഇത് വായിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് ആ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഏതെങ്കിലും മഹാൻ എഴുതിയ ഒരു 100 ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ ആരും ഒന്നും ചോദിക്കാതെ വാങ്ങിച്ചുകൊണ്ട് പോകും. അതേസമയം ഒരു 100 ബൈബിൾ കൊടുത്തു നോക്കിയേ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് വായിച്ചാൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെ കുഞ്ഞേ, നീ വചനം വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വചനം നിന്റെ ഹൃദയത്തിനകത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ ജീവിത ഡിക്ഷണറിയിൽ പരാജയം എന്ന് പറഞ്ഞൊരു വേർഡ് കാണില്ല. നീ ഒരിക്കലും പരാജയപ്പെടില്ല. ആരുടെ മുമ്പിലും നീ തലകുനിക്കില്ല. ഒരു വ്യക്തിയും നിന്നെ അടിമപ്പെടുത്തില്ല. നീ തോൽക്കില്ല. നീ പറയുന്നതെന്തും അനുഗ്രഹമായിരിക്കും. നീ ചെയ്യുന്നതെന്തും അനുഗ്രഹമായിരിക്കും. നീ എന്ത് ചെയ്താലും അനുഗ്രഹമായിരിക്കും. നീ ഒരിക്കലും പരാജയം അറിയില്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നീ അതിനെ മറികടക്കും. നീ പിന്തിരിഞ്ഞോടില്ല. ഭയം നിന്നെ കീഴ്പ്പെടുത്തില്ല. വചനത്തിന് ശക്തിയുണ്ട്. ഞാനൊക്കെ പണ്ട് മുസ്ലിം ആയിരുന്ന സമയത്ത് ഒരു കാത്തലിക്കിൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കരുതി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സങ്കടകരമായ കാര്യമാണ്. അന്നും ഇങ്ങനെ ചിലരുടെ വചനമൊക്കെ പറയുമായിരുന്നു. അന്ന് അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോനെ ഇവിടെ രോഗമാണ്, ദുരിതമാണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ചെവി തിന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നും വിഷമിക്കേണ്ട, 1-2 വചനം കർത്താവ് പറയുന്നുണ്ട്, അത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനാ ഷെൽഫിൽ നിന്ന് ബൈബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു പോയി. ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുക. ഈ സാധനം തുറന്നു കഴിഞ്ഞപ്പോൾ അട്ടിരിക്കുക. ഇങ്ങനെ പൊടിയായിട്ട് അങ്ങ് വീടാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. എൻ്റെ ഓഫീസിൽ ഒരു പയ്യൻ കയറി വന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. എന്നെയൊക്കെ വണ്ടടിപ്പിച്ച പയ്യനാണ്. ഞാൻ 5:45 ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ പെട്രോൾ അടിച്ചിട്ട് ലെഫ്റ്റ് തിരിയേണ്ടവൻ ഞാൻ പോലും അറിയാതെ വീണ്ടും റൈറ്റ് തിരിഞ്ഞ് ഓഫീസിലേക്ക് കയറി. പിന്നെ എൻ്റെ ബ്ലാങ്കാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തിനാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ കയറിയത്. അതുപോലെ ആ ഒരു ചെറുക്കനൊരു 6:30 ആയപ്പോൾ കയറി വന്നു. അവന് എനിക്ക് എടപ്പള്ളിയിൽ ഒരു ഓഫീസുണ്ട്, അവിടെ വരാൻ വന്നവനാണ്. എടപ്പള്ളി U-turn എടുത്ത് മാത്രം ഓർക്കുന്നുണ്ട്. അവനും പിന്നെ ബ്ലാങ്കാണ്. അവൻ പിന്നെ MG റോഡിൽ വന്നപ്പോൾ അവന് ബോധം തെളിഞ്ഞത്. ഇവിടെ ഒരു IPSR ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കയറി. അവൻ കുറച്ച് പൈത്തനെ കുറിച്ച് കോഴ്സൊക്കെ അന്വേഷിച്ച് വന്നതാണ്. അവൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ക്ലൗഡിലെ ഹാക്കിംഗ് ഒക്കെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ടേബിളിൽ എപ്പോഴും ഒരു ബൈബിളും വചനപ്പെട്ടി ഇരിപ്പുണ്ട്. അവൻ ഇത് നോക്കിയാണ് സംസാരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ്റെ കഥ അവൻ പറയാൻ തുടങ്ങി. സാറേ, ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് ഡിഗ്രി എടുക്കാൻ പോയപ്പോൾ ഒരു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ് എന്തെങ്കിലും പഠിച്ചാൽ മതി. കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് സീറ്റ് കിട്ടുന്നില്ല. അതിനൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അപ്ലൈ ചെയ്തു. ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് പാസ്സായി. ഇന്ത്യയിലെ 4Gയുടെ ബാക്ക് ബോൺ മൊത്തം ഡിസൈൻ ചെയ്ത കോർ ടീമിലെ ഒരു മെയിൻ ആളാണ്. അപ്പം ഒരു തീപ്പൊരി സാധനം. അവൻ പെട്ടെന്നോട് ചോദിച്ചു, സാറേ ഞാൻ ഈ ക്ലൗഡ് എന്താ പഠിക്കുന്നത്, ക്ലൗഡിലെ ഹാക്കിംഗ് എന്താ ചോദിച്ചെന്നറിയാമോ? എനിക്ക് triplex.com എന്ന് പറഞ്ഞ സെക്സ് സെർവർ ഹാക്ക് ചെയ്യണം. ഞെട്ടിപ്പോയി. എന്നാൽ സൈബർ ലോകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം, ആത്മീയതയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം, അങ്ങനെ ഒരു സാധനം ചെയ്താൽ അവൻ പിന്നെ ഭൂമുഖത്ത് കാണില്ല. അതൊക്കെ ബ്ലാക്ക് മാസിൻ്റെ അങ്ങ് കൊട്ടുകുത്തിയ സ്ഥാനമാണ്. ലോകത്ത് ഏത് കോണിൽ നിന്നും ഇതുപോലെ സെക്സ് സൈറ്റിലേക്കൊക്കെ ലോഗിൻ ചെയ്താൽ അത് ചെന്നെത്തുന്ന മെയിൻ സെർവറാണ് triplex.com എന്ന് പറഞ്ഞിട്ട്. അവൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, സാറേ ഞാനൊരു ദിവസം സാധനം കയറി അടിച്ചു, സാറിന് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ 1/2 മണിക്കൂർ നേരത്തേക്ക് ആ സാധനം ഹാക്ക് ചെയ്തു. ആ 1/2 മണിക്കൂർ നേരത്തേക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ആരൊക്കെ ഈ സൈറ്റിലേക്ക് കയറിയാലും
കരുണയുടെ ഈശോയുടെ ഫോട്ടോയാണ് ഞാൻ കാണിച്ചത്. പക്ഷെ എന്നിട്ട് നീ ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ അതെങ്ങനെയാ ചെയ്തതെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ വണ്ടറായിപ്പോയി. അവൻ പറഞ്ഞു, എനിക്കതിനുള്ള ഐഡിയ കിട്ടിയത് ബൈബിളിൽ നിന്നാണ്. പക്ഷെ ബൈബിളിൽ നിന്നോ? അവനോട് ചോദിച്ചു, സാറിന് ദാവീദിൻ്റെ ഗോലിയാത്തിൻ്റെ കഥ അറിയാമോ? അത്രയും മലനായ ഗോലിയാത്തിനെ ദാവീദ് ഒരു കുഞ്ഞ കല്ലുകൊണ്ട് അടിക്കാമെങ്കിൽ ഇത്രയും വലിയ നെറ്റ്വർക്സിനെ എനിക്കൊരു ചെറിയ സാധനം കൊണ്ട് അടിക്കാം. ഞാൻ അടിച്ചു. അവൻ പെട്ടെന്ന് ചോദിച്ചു, സാറിന് AI എന്താണെന്നറിയാമോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിലേക്കാണല്ലോ ലോകം മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ മക്കളുടെ കാലഘട്ടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡ്രൈവർലെസ് കാർ വരുവാണ്. അതിൻ്റെ ബേസ് എവിടെയാണെന്നറിയാമോ? എനിക്കറിയില്ല. അവൻ പെട്ടെന്ന് ബൈബിൾ തുറന്നിട്ട് ഒരു പാസേജ് മാർക്ക് ചെയ്യുന്നു. സാർ ഇതൊന്ന് വായിച്ചിട്ട് അങ്ങോട്ട് നോക്ക്, അതിൻ്റെ ബേസ് ഇവിടെയാ. സാറിന് ക്ലൗഡ് എന്താണെന്നറിയാമോ? അതിൻ്റെ ബേസ് എന്താണെന്നറിയാമോ? ഇപ്പുറത്തോട്ട് മാറ്റി വേറൊരു ഭാഗം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, സാർ ഇത് വായിച്ചിട്ട് അങ്ങോട്ട് നോക്ക്. എൻ്റെ സാറേ, ഈ ബൈബിളിൽ പറയാത്ത ഒരു ടെക്നോളജിയും ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇനിയോട്ട് കണ്ടുപിടിക്കത്തുമില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞെ, നീ ബൈബിളിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ ചൂഴ്ന്നെടുക്കാൻ തുടങ്ങിയത്? അവൻ പറഞ്ഞു, സാറേ, എൻ്റെ അപ്പനൊരു ആശാരിയാ. ആ മനുഷ്യൻ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ ഞാൻ പാഠപുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങും. എൻ്റെ അപ്പം പറയും, പാഠപുസ്തകം മാറ്റി വെച്ചിട്ട് ബൈബിൾ എടുത്ത് കൈ തന്നിട്ട് പറയും, നീ 2 പേജ് ഇതിലെ വായിക്ക്, എന്നിട്ട് പാഠപുസ്തകം വായിച്ചാൽ മതി. അങ്ങനെ നല്ല കട്ടപ്പുലികൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. വചനം വായിക്കണം, വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങണം, വചനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാവണം. വെളിപാട് 19-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നു, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികളിൽ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവൻ ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. അവൻ്റെ നാമം ദൈവവചനം എന്നായിരുന്നു. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. അവൻ്റെ നാമം ദൈവവചനം എന്നായിരുന്നു. ഞാൻ ഒരു ലോജിക് നിങ്ങളോട് പറയാം. കർത്താവിൻ്റെ വചനം നിൻ്റെ തലയ്ക്കകത്തുണ്ടെങ്കിൽ കർത്താവ് നിൻ്റെ ചങ്കിനകത്ത് കാണും. വചനം തലയ്ക്കകത്തുണ്ടെങ്കിൽ കർത്താവ് ചങ്കിനകത്ത് കാണും. കർത്താവ് നിൻ്റെ ചങ്കിനകത്തുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടാൻ തുടങ്ങും. നീ എന്ത് ചെയ്താലും തെറ്റില്ല, നിൻ്റെ തീരുമാനങ്ങൾ തെറ്റില്ല, നിൻ്റെ തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കും. നീ പരാജയം അറിയില്ല. വചനത്തിന് ശക്തിയുണ്ട്. വചനം വായിക്കണം, വചനം പഠിക്കണം. എനിക്ക് വ്യക്തമായി മനസ്സിലായി, എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഈശോ മരിച്ചത്. എൻ്റെ രോഗങ്ങൾ അവൻ ശരീരത്തിൽ മുറിവുകളായി ഏറ്റുവാങ്ങിയത്, എൻ്റെ ശാപം അവൻ കുരിശിൽ പേറിയത്. എനിക്ക് വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉദ്ധാനം ചെയ്തു, സ്വർഗത്തിലേക്ക് പോയി. അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ വീണ്ടും വരും, അവൻ്റെ രാജ്യത്തിന് അന്ത്യമില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ എഞ്ചിനീയറിങ്ങിന് എൻട്രൻസ് എഴുതി. എനിക്ക് കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള അമൽ ജ്യോതി കോളേജിൽ 2004 ബിടെക്കിന് അഡ്മിഷൻ കിട്ടി. എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജാണ്. ഒത്തിരി അച്ഛന്മാരെ സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെടാം. എന്നെ കൊണ്ട് നിർത്തി എൻ്റെ അമ്മയുടെ അങ്കിളുടെ വീട്ടിലാണ്. അവർ മുസ്ലിം മതത്തിൻ്റെതായിട്ടുള്ള കുറേ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു ഫാമിലിയാണ്. എൻ്റെ വീട്ടിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അപ്പനൊരു എത്തിയിസ്റ്റാണ്, പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഈശ്വരനെയും വിശ്വാസമില്ല, പിശാസിനെയും വിശ്വാസമില്ല. എൻ്റെ മക്കൾ എന്ത് വിശ്വാസമില്ല, അപ്പനെ യാതൊരു പ്രശ്നമില്ല. എൻ്റെ അമ്മ പക്ക മുസ്ലിം ട്രഡീഷണൽ ഫാമിലി ജനിച്ച യുവതിയാണ്. അമ്മയുടെ വലിയൊരു ഫാമിലി. ഒരാൾ ഇലക്ഷൻ നിർത്തി കഴിഞ്ഞാൽ ഫാമിലിയുടെ ഒട്ടും മതി അയാൾ ജയിച്ചു പോകാനായിട്ട്. ഈ അമ്മയുടെ അങ്കിളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റായി. ഒരു ദിവസം എനിക്ക് തന്നിരുന്ന റൂമൊക്കെ ഒന്ന് തുടയ്ക്കണമെന്ന് തോന്നി. ഞാൻ തുടച്ച് വൃത്തിയാക്കി കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഷെൽഫിൻ്റെ മുകളിൽ ഒരു ചെറിയ പുസ്തകം കിട്ടി. ഞാൻ ഇന്നും ആശ്ചര്യത്തോടെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എങ്ങനെ ആ പുസ്തകം വന്നത്? തൊട്ടടുത്ത് കൊരട്ടി ആബേമരിയ എന്ന് പറഞ്ഞ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടുത്തെ ഗാനമാലിക. ആ പേജുകൾ മറിച്ച് വായിക്കാൻ തുടങ്ങി. 3 നമ്പറിട്ട് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഈ പേജിൽ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങുന്ന പോലെ, എന്തൊക്കെയോ ലൈറ്റ് അടിക്കുന്ന പോലെ ഫീലിംഗ്. പെട്ടെന്നൊരു ഭയമൊക്കെ തോന്നി. ഞാൻ പെട്ടെന്ന് മടക്കി വീണ്ടും തുറന്നു. അതേ പേജിൽ ഇപ്പോൾ അതേ അനുഭവം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ആരാണെന്നോ ഇത് പാട്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനിതിങ്ങനെ വായിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ഇതിങ്ങനെ വായിക്കാൻ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങി. തലക്കൂടി എന്തോ എണ്ണ കോരിയൊഴിക്കുന്ന പോലെ, തിളച്ച വെള്ളം കോരിയൊഴിക്കുന്ന പോലെ, ഐസ് വെച്ച് മരവയ്ക്കുന്ന പോലെ, എന്തോ ഒരു ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പോലെ എന്തൊക്കെ അനുഭവങ്ങൾ. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. പഠിക്കുന്നതിന് മുമ്പ് വായിക്കും, കിടക്കാൻ പോകുന്നതിന് മുമ്പ് വായിക്കും, എക്സാമിന് പോകുന്നതിന് മുമ്പ് വായിക്കും. എനിക്കിവിടെ ശക്തമായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റിൽ എക്സാം വന്നു. ആദ്യത്തെ എക്സാം എഞ്ചിനീയറിംഗ് മാത്സ് ആണ്. മാത്സ് എനിക്ക് ഭയങ്കര ഈസിയാണ്, ജസ്റ്റ് ഒന്ന് എഴുതി ഇങ്ങ് പോന്നു. രണ്ടാമത്തെ എക്സാം എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. ഇത് എത്ര പഠിച്ചിട്ടും എനിക്കൊരു കോൺഫിഡൻസ് ആവുന്നില്ല. പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നത്. ഞാൻ എക്സാം ഹോളിൽ കയറി ആൻസർ ഷീറ്റ് വാങ്ങിച്ച് രജിസ്റ്റർ നമ്പർ എഴുതി മാത്രം ഓർക്കുന്നുണ്ട്. എൻ്റെ പിന്നിൽ നിന്നൊരു സ്വരം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. നീ ഇന്നതെഴുത് എന്ന് വേർഡ് ബൈ വേർഡായിട്ട് ഒരു മനുഷ്യൻ പുറകിൽ നിന്ന് പറഞ്ഞു തരുന്ന അതേ അനുഭവം. ഞാൻ പലപ്പോഴും ഇങ്ങനെ പുറത്ത് നിന്ന് എവിടുന്നാണ് ഇത് കേൾക്കുന്നത്? അത് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നിരുന്നത്. ഞാൻ അതനുസരിച്ച് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. എനിക്ക് പാറ്റേണൊക്കെ പറഞ്ഞു തരുന്നു. ചെറിയൊരു ഹെഡിങ്, ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ഫിഗർ ഡിസ്ക്രിപ്ഷൻ,
ആപ്ലിക്കേഷൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് പാറ്റേൺ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് എഴുതാൻ തുടങ്ങി. അടുത്ത എക്സാം ചെന്നു ഇതേ അനുഭവം. അങ്ങനെ ഫസ്റ്റിൽ എക്സാം മുഴുവൻ ആ ഒരു അനുഭവത്തിൽ എഴുതി. അതിലും ഞാൻ ഞെട്ടിപ്പിച്ച സംഭവം ഫസ്റ്റിലെ റിസൾട്ട് വന്നപ്പോഴാണ്. കാരണം എൻ്റെ പപ്പായും മമ്മിയും എന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. ഒരു തോട്ടം മേഖലയിൽ കൂലിപ്പണിയൊക്കെ എടുത്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ 8ാം ക്ലാസ് പഠിക്കുന്ന സമയം വരെ എനിക്ക് രാവിലെ 8 കിലോമീറ്റർ നടക്കണം സ്കൂളിലെത്തണമെങ്കിൽ. അന്നൊക്കെ വണ്ടിക്കൂലി കൊടുക്കാനായിട്ട് 10 വയസ്സ് 20 വയസ്സ് മതി. പക്ഷെ അതുപോലെ എടുക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത എൻ്റെ വീട്ടിലില്ല. ഞാൻ പക്ക തല്ലിപ്പള്ളി ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. ഇന്ന് ഇവിടേക്ക് നിൽക്കുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ M.Tech സെക്കൻഡ് റാങ്കുകാരനാണ്. ഈ സെക്കൻഡ് റാങ്ക് വാങ്ങിച്ച എനിക്ക് ഒരു കാലത്ത് ഇംഗ്ലീഷ് അറിയാത്ത മരമണ്ടനായിരുന്നു. എൻ്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് ഇംഗ്ലീഷിന് ഫസ്റ്റ് പേപ്പറിന് 50 മാർക്കാണ്, സെക്കൻഡ് പേപ്പറിന് 50 മാർക്ക്. അത് അറിഞ്ഞുകൊണ്ടിട്ടെന്ന് ജയിച്ചു പൊക്കട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് 10ൽ 62% മാർക്കേ ഉള്ളൂ. +2 67%. എഞ്ചിനീയറിംഗിന് എൻട്രൻസ് ചെയ്ത് കർത്താവ് അനുകരിച്ച് 1400 റാങ്ക് ഉണ്ടായിരുന്നു. ആ റാങ്ക് വെച്ചാൽ അമൽ ജ്യോതിയിൽ അഡ്മിഷൻ എടുത്തത്. അമൽ ജ്യോതി നിങ്ങൾക്കറിയാം, കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ വരുന്നതിൽ 80% NRIs ആണ്. ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പഠിപ്പിക്കുന്ന മൊത്തം ഇംഗ്ലീഷിലാണ്. എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിക്കാവുള്ളൂ. അവിടെ എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സംശയത്തിന് ക്ലിയറൻസ് ഒന്നും ഉണ്ടാവില്ല. 50 രൂപയുടെ ഫൈൻ സ്ലിപ്പ് എഴുതി തരും, മലയാളം സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും ഫൈൻ സ്ലിപ്പൊക്കെ കൈ വാങ്ങിച്ചുകൊണ്ട് ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ ടോയ്ലറ്റ് കയറുന്ന ഒരു ഒറ്റക്കരച്ചിലാണ്. അത് കഴിഞ്ഞ് കീർക്കളഞ്ഞിട്ട് മുഖമൊക്കെ കഴിട്ട് വരും. എന്നെക്കൊണ്ട് പരിശുദ്ധാത്മാവ് പരീക്ഷ എഴുതിപ്പിച്ചു. ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ കോളേജിലെല്ലാവരും ഞെട്ടി. 76% മാർക്കുണ്ടായിരുന്നു. ഒരു പേപ്പർ പോലും പോയിട്ടില്ല. എനിക്ക് 100% ഉറപ്പാണ് ഈ 76% മാർക്ക് വാങ്ങിക്കാനുള്ള ബുദ്ധിയൊന്നും ഇതിനകത്തില്ല. എന്തോ ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അന്ന് ഞാനറിയാതെ വലിയൊരു അപകടം സംഭവിച്ചു. എൻ്റെ ഉള്ളിലേക്ക് ഒരു അഹങ്കാരം കയറി, ഒരു ഞാനെന്ന ഭാവം കയറി. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇതേ ഉള്ളൂ. ഈ ഒരു അഹങ്കാരം എന്ന് നിൻ്റെ ഉള്ളിൽ ഒരു ഞാൻ രൂപപ്പെടുന്നു, കുടുംബജീവിതത്തിലാണേലും ആത്മീയ ജീവിതത്തിലാണേലും ജോലി മേഖലയിലാണേലും പഠന മേഖലയിലാണേലും, ആ മൊമെൻറ്റ് മുതൽ നിൻ്റെ നാശം ആരംഭിക്കുക. അത് നിന്നെ എങ്ങും കൊണ്ട് എത്തിക്കത്തില്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ അഹങ്കാരം കയറി കഴിഞ്ഞാൽ ഈ മാങ്ങ കായ്ക്കുന്ന മരം കണ്ടോ, മാവ്, അതിൽ ഇത്തിൾക്കണ്ണി പിടിക്കുന്ന പോലെ. ഇത്തിൾക്കണ്ണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ മാവിനാണ് വലിച്ച് ജീവിക്കുന്നത്. അത് വളരുകയും ചെയ്യും, ഈ മാവിനെ കൊല്ലുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഈ അഹങ്കാരം കയറി കഴിഞ്ഞാൽ ഇതിരുന്ന് വളരും. നമ്മുടെ പേഴ്സണാലിറ്റിയെ, സ്പിരിച്വാലിറ്റിയെ അടിച്ച് നശിപ്പിച്ച് കളയും. ഈ ഒരു അഹങ്കാരം കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയ്ക്ക് മാറ്റം വരാൻ തുടങ്ങും. നമ്മൾ ചിന്തിക്കും, ഞാൻ കാണുന്നത് മാത്രമേ ഉള്ളൂ ശരി, ഞാൻ കേൾക്കുന്ന മാത്രമേ ഉള്ളൂ ശരി, ഞാൻ പറയുന്ന മാത്രമേ ഉള്ളൂ ശരി, എൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ശരി, ഈ ലോകത്ത് ശരിയായ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പൻ തെറ്റാണ്, അമ്മ തെറ്റാണ്, ജീവിത പങ്കാളി തെറ്റാണ്, മക്കൾ തെറ്റാണ്, സഹോദരങ്ങൾ തെറ്റാണ്, അയൽവാസി തെറ്റാണ്, സഭ തെറ്റാണ്, വൈദികർ തെറ്റാണ്, സന്യസ്തർ തെറ്റാണ്, ഈ ലോകത്ത് ശരിയായ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരും. നമ്മൾ ആരെയും അംഗീകരിക്കില്ല, നമ്മളെയും ആരും അംഗീകരിക്കത്തില്ല. നമ്മൾ പിടിച്ച മുയലിന് 40 കൊമ്പെന്ന് പറഞ്ഞിരിക്കും, ഇരിക്കത്തുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വലിച്ചെറിയപ്പെടും. ചെന്ന് വീഴുന്നത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും പടുകുഴിയിലായിരിക്കും. എണീക്കാൻ പറ്റില്ല. അതിലും ഏറ്റവും വലിയൊരു അപകടം, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാപം ചെയ്താൽ, ഈ അഹങ്കാരം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കത്തില്ല. അത് നിന്റെ തെറ്റാന്ന്. നമ്മളൊക്കെ കുമ്പസാരിക്കാറുള്ളവരല്ലേ? ഈ കുറേ കാലഘട്ടങ്ങളായിട്ട് സഭയുടെ കൂദാശകളെക്കുറിച്ച്, പ്രത്യേകിച്ച് കുമ്പസാരത്തെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയാസും മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മളെങ്ങനെയായിരുന്നു കുമ്പസാരിക്കുന്നത്? അങ്ങോട്ട് ചെല്ലും, ചെയ്ത വൃത്തികേടൊക്കെ അങ്ങോട്ട് എണ്ണി അങ്ങോട്ട് പറയും. അതൊക്കെ കേൾക്കുന്ന വൈദികൻ കുറേ റെസ്റ്റിറ്റ്യൂഷൻസും പ്രയേഴ്സൊക്കെ തരും. നമ്മളൊക്കെ ഇതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യും. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലും. യാതൊരു ഉളുപ്പും കൂടാതെ 2 ആഴ്ചയ്ക്ക് മുമ്പ് എന്തൊക്കെ പറഞ്ഞോ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും. നീ എന്തിനാ അവിടെ ചെന്ന് പറയുന്നത്? നിർത്താൻ വേണ്ടിയല്ലേ? പലരും എടുത്തേക്കുന്നത് അത് ലൈസൻസ് ആട്ടാ. ലൈസൻസ് കിട്ടിയല്ലേ ഇതിൻ്റെ 10 ഇരട്ടി ഇനിയും കാണിക്കാമല്ലോ. നമ്മളൊക്കെ ചെയ്യുന്ന കാട്ടായങ്ങൾ ചിലപ്പോൾ നമ്മുടെ അപ്പനും അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ മുഖത്ത് കർക്കിച്ച് തുപ്പും. നമുക്കൊക്കെ 2 ജീവിതമുണ്ട്. ഒരു ഇന്നർ ലൈഫുണ്ട്, ഒരു ഔട്ടർ ലൈഫുണ്ട്. എൻ്റെ ഔട്ടർ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ വൈഫ് കാണുന്നുണ്ട്, മക്കൾ കാണുന്നുണ്ട്, നിങ്ങളൊക്കെ കാണുന്നുണ്ട്, എൻ്റെ ഗുരുക്കന്മാരെ കാണുന്നുണ്ട്, എൻ്റെ ഓഫീസിലെ സ്റ്റാഫൊക്കെ കാണുന്നുണ്ട്, എൻ്റെ മുകളിലുള്ളവർ താഴെയുള്ളവരൊക്കെ കാണുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഔട്ടർ ലൈഫുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് കാണുന്ന, മാതാപിതാക്കളൊക്കെ കാണുന്ന ഔട്ടർ ലൈഫ്. ഇതിൽ ഞാനും നിങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, ഒരു കുഴപ്പം കാണുന്നില്ല. അയ്യോ ജോർജ് അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന അതാന്നൊക്കെ ആയിരിക്കും പലരും പറയുന്നത്. കടയിൽ നിന്ന് കോഴിമുട്ട വാങ്ങിച്ച് വെച്ച പോലെ ഇരിക്കും, അതിൻ്റെ പുറത്തോട് പോലെ ഇരിക്കും, നല്ല വെളുത്ത് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടായിരിക്കുന്നത്. താറാമുട്ടയ്ക്കെങ്കിലും ഇച്ചിരി ചെളിയെങ്കിലും കാണും, കോഴിമുട്ട നല്ല വെളുത്ത് തുട്ടുത്തായിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുമക്കളെ, നമുക്കൊരു ഇന്നർ ലൈഫുണ്ട്. എൻ്റെ ഇന്നർ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ വൈഫ് അറിയാതെ, മക്കളറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, ഈ ലോകത്തൊരു വ്യക്തി പോലും അറിയാതെ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ചിന്തകളാണ്. നമ്മുടെ ഇന്നർ ലൈഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തി പോലും അറിയാതെ നീ ചിന്തിക്കുന്ന ചിന്തകളാണ്, നിൻ്റെ പ്രവൃത്തിയാണ്. ഇതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചറിയാം. ബുൾസേ കടിച്ച് ശീലമുള്ളവർക്കൊക്കെ അറിയാം, ചില മുട്ടയൊക്കെ പൊട്ടി ദോശക്കല്ലിലേക്ക് വീഴുമ്പോഴാണ് അത് നല്ല മുട്ടയാണോ ചീമുട്ടയാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പലരുടെയും ഉള്ള ചീമുട്ടയെക്കാളും ദുർഗന്ധം വമിക്കുന്ന സ്വഭാവത്തിനുടമയാ. ദൈവം നിന്നെ അനുഗ്രഹിക്കില്ല.
കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നത് നിന്റെ പുറമേ ഉള്ള ജീവിതം നോക്കിയിട്ടല്ല, നിന്റെ ഇന്നർ എങ്ങനെയാ നോക്കിയിട്ടാ. അതുകൊണ്ട് ദൈവം പറയുന്നത് ഞാൻ ഹൃദയം തൂക്കി നോക്കുന്നവനാണ്. നിന്റെ ശരീരം, മനസ്സ്, ആത്മാവ്, പ്രത്യേകിച്ച് നിന്റെ ചിന്തകൾ, ഇതിൽ നീ വിശുദ്ധി എന്നൊരു അഭിഷേകം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ എന്ത് തൊട്ടാലും പൊന്നായിരിക്കും. നീ എവിടെ കൈവച്ചാലും അനുഗ്രഹമായിരിക്കും. നീ എന്ത് പഠിച്ചാലും അനുഗ്രഹമായിരിക്കും. നീ എവിടെ കയറി ചെന്നാലും അനുഗ്രഹമായിരിക്കും. നീ എന്ത് പറഞ്ഞാലും അനുഗ്രഹമായിരിക്കും. നീ എന്ത് നട്ടുവെച്ചാലും അത് കിളുക്കും. നീ ഒരു പയറുമണി എടുത്ത് മരുഭൂമിയിലിട്ടേ അതും കിളുത്തു വരും, കരിയില്ല. നിന്റെ ശരീര, മനസ്സ്, ആത്മാവ്, നിന്റെ ചിന്തകൾ, ഇതിൽ നീ വിശുദ്ധി നിലനിർത്താത്ത വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് നിന്റെ ശരീരം സകല തോന്നിവാസത്തിനും വിട്ടുകൊടുക്കുന്ന ഒരാളാണെങ്കിൽ നീ എന്ത് തൊട്ടാലും പരാജയപ്പെടും. നീ എവിടെ കൈവച്ചാലും നാശമായിരിക്കും. അപമാനം നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നിന്റെ തല നരച്ചാൽ പോലും കൊച്ചുമക്കളിലൂടെ പോലും അപമാനം കയറി വരും. നീ എത്ര രൂപ സമ്പാദിച്ചാലും ഓട്ടസഞ്ചിയിലിടാൻ മാത്രം അത് നിനക്കോ നിന്റെ കുടുംബത്തിനോ യാതൊരു പ്രയോജനവും കിട്ടില്ല. നീ എന്ത് പറഞ്ഞാലും അനുഗ്രഹിക്കപ്പെടില്ല. നീ എവിടെ കയറി ചെന്നാലും ശാപമായിരിക്കും. നീ എന്ത് നട്ടുവെച്ചാലും കരിയും. നിന്റെ മക്കള് വഴിതെറ്റിപ്പോയിരിക്കും, അനുഗ്രഹിക്കപ്പെടില്ല. നിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ദൈവവേലയ്ക്ക് പോയാൽ അഭിഷേകം ഉണ്ടാവില്ല. വിശുദ്ധിക്ക് അതിൻ്റെ വിലയുണ്ട്.